തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, എന്തുകൊണ്ടാണ് ഇടതുപക്ഷം തോറ്റത് എന്ന് എൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു ലോക്സഭയിൽ വലിയ തോൽവി ഉണ്ടായപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ കാരണങ്ങൾ പ്ലസ് വേറെ കുറച്ച് കാരണങ്ങൾ, അത്രയേ ഉള്ളൂ ശരിക്കും കാരണങ്ങൾ, അത് തന്നെ പറയാനുള്ളത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വലിയ തോൽവി ഉണ്ടായി, എന്നിട്ടും വീണ്ടും വന്ന തെരഞ്ഞെടുപ്പാണ്. CPM ഒന്നും തിരുത്തിയിട്ടൊന്നുമില്ല, പ്രത്യേകിച്ചും സൈബർ ഇടത്തെ CPM ഒന്നും തിരുത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനിയും പറഞ്ഞ് ഇവരുടെയൊക്കെ കണ്ണിലെ കരടായി. വെറുതെ ശത്രുക്കളെ കൂട്ടണം എന്തിനാന്ന് വിചാരിച്ചു. ആരും പ്രത്യേകിച്ച് അങ്ങനെ തിരുത്താനൊന്നും പോകുന്നില്ല, പ്രത്യേകിച്ചും സൈബർ അണികൾ ഒരു പാർട്ടിയുടെ. അതുകൊണ്ട് എനിക്ക് തന്നെ ബോറടിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തില്ല. അപ്പോഴാണ് പോറ്റിയെ കയറ്റിയെ പാട്ടും വിവാദവും കേസും ഒക്കെ വരുന്നത്. അപ്പോൾ ഓർത്ത് വേണമെങ്കിൽ തോറ്റതിന്റെ കാരണം ചുരുക്കി പറയാനുള്ള ഒരു സംഭവമാണിത്. ഇതൊന്നും എടുത്തു പറയാം, കുറച്ച് ശത്രുക്കളെയും പുതിയതായിട്ട് ഉണ്ടാക്കാം എന്ന് കരുതി. അതിലേക്ക് വരും മുമ്പ്, തെരഞ്ഞെടുപ്പിൽ തോറ്റ കാരണത്തിലേക്ക് വരും മുമ്പ് വേറെ ഒന്ന് രണ്ട് കാര്യം പറയാം. ഇന്നലെ കേട്ട വലിയൊരു രസമുള്ളൊരു കാര്യം, തമാശ എന്ന് തന്നെ പറയാം. പള്ളി രാജീവ് എഴുതിയത് ഇരുമുടി താങ്കി എന്ന വിരുദ്ധത്തെ പാട്ട്, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലക്ക് മെത്ത എന്നീ അയ്യപ്പ ഭക്തി ഗാനം ഒരു പാരടി ഗാനമാണെന്നാണ്. മറ്റൊരു പാട്ടിന്റെ ഈണത്തെ അനുകരിച്ച് വരികൾ എഴുതുന്ന ഒരു രീതിയാണ് പാരടി എന്ന് വെച്ചാൽ നമുക്കറിയാം. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദർഗയിലെ സൂഫി ഗായകർ പരമ്പരാഗതമായി പാടിവരുന്ന ഏകനേ യാ അള്ളാ എന്ന് തുടങ്ങുന്ന ഭക്തിഗാനത്തിന്റെ ഈണത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് പ്രശസ്ത തമിഴ് പണ്ഡിതനും കവിയും ഭക്തഗാന രചയിതാവുമായ ഡോക്ടർ ഉളുന്തൂർപേട്ട ഷൺമുഖം രചിച്ചതാണ് പള്ളിക്കെട്ട് എന്ന ഗാനം. ജാതിമത വ്യത്യാസമില്ലാതെ തീർത്ഥാടക സംഘങ്ങളുടെ തിരക്ക് എപ്പോഴുമുള്ള നാഗൂർ ദർഗയിൽ പതിറ്റാണ്ടുകളായി മുഴങ്ങിക്കേൾക്കുന്ന ഗാനത്തിന്റെ ഈണത്തിൽ ആകൃഷ്ടനായിട്ടാണ് ജാതിമത വ്യത്യാസമില്ലാതെ അയ്യപ്പ ഭക്തർ എത്തിച്ചേരുന്ന ശബരിമലയ്ക്ക് വേണ്ടി ഇതേ ഈണത്തിൽ ഒരു ഗാനം രചിക്കാൻ ഷൺമുഖം തീരുമാനിച്ചെന്ന് വെച്ചാൽ ശബരിമല പാട്ടാണ് പാരഡി. മധുരൈ വീരമണിക്ക് ഈ ഗാനം എളുപ്പത്തിൽ പാടുവാൻ തമിഴന്മാർക്കെല്ലാം ചിരപരിചിതമായ ഈ ഈണം സഹായകമായി. ഒരു മുസ്ലിം ഭക്തിഗാനത്തിന്റെ ഈണത്തെ പിൻപറ്റി ഒരു ഹിന്ദു ഭക്തിഗാനം രചിക്കപ്പെട്ടത് യഥാർത്ഥ ഭക്തരിൽ ഗാനത്തോട് ആദരവ് വർദ്ധിപ്പിക്കുമെങ്കിലും മതവൈരം വളർത്തുന്ന വർഗീയ ശക്തികൾക്ക് അടിമപ്പെട്ടവർക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ഹിന്ദുക്കളുടെ പാട്ടും കലയും മറ്റു മതക്കാർ അടിച്ചു മാറ്റുന്നുവെന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്ന് ഹിന്ദുത്വ തീവ്രവാദികൾ പരിഹാസമുയർത്തുന്ന ഈ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ ഈ അറിവ് അവർക്കൊരു തിരിച്ചടിയായിരിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ആ കുറിപ്പ്. അങ്ങനെയാണെങ്കിൽ വികാരം വ്രണപ്പെട്ടവരൊക്കെ ആരായി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു MR കിനാലൂർ എഴുതിയൊരിത്. അദ്ദേഹം ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുന്ന കാലം, അന്ന് അദ്ദേഹം പഠിച്ച അൻസാറുൽ ഇസ്ലാം മദ്രസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഒരു വാർഷിക പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു. അതിൽ കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു സംഘം കുട്ടികൾ അന്ന് പാടിയ ഗാനം ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് പുതിയ വിവാദമുണ്ടായപ്പോൾ മടങ്ങി വരുന്നു. ഇപ്പോൾ വലിയ വിവാദമായ ശബരിമല ഭക്തിഗാനത്തിന്റെ രീതിയിലായിരുന്നു ആ പാട്ടന്നുണ്ടായിരുന്നത്. അപ്പം ഇരുകരമേന്തി കരളുകൾ തേങ്ങി ലോക ഇലാഹയെ തേടുന്നു നിന്നെ അഗതികൾ കേടുന്നു. എനിക്ക് പാടാറുണ്ട് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് യാ റസൂലല്ല, ഏക ഇലാഹയെ ഞങ്ങളെ നീ കാത്തരുളിയിടണമേ അള്ള, മക്കയിലുള്ള പുണ്യഭവനം കണ്ടിടുവാൻ വിധി കൂട്ടിയിടണമേ. ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ മാപ്പിളപ്പാട്ടിന്റെ വരികൾ എന്ന് അദ്ദേഹം ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതാണ്. ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം, കൃത്യമാകണമെന്നില്ല. പക്ഷെ സ്വാമിയെ അയ്യപ്പ എന്നിങ്ങനെ ഒരു സംഘം ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ ഏറ്റുപാടുന്ന രീതിയിലാണ് ഈ പാട്ട് അവരന്ന് മാപ്പിളപ്പാട്ട് പാടിയിരുന്നത് അത്രേ. ഈ പാട്ടിന്റെ ട്യൂണ് പഠിക്കാൻ MR കിനാലൂരിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിന്റെ കാരണം മണ്ഡലകാലമായാൽ നാട്ടിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നുള്ള സ്വാമിയെ അയ്യപ്പ ആ പാട്ട് തുടങ്ങി. ആ പാട്ട് കേൾക്കാതെ ആരും കേരളത്തിൽ ഉണർന്നിട്ടില്ല അല്ലെ? ഗ്രാമങ്ങൾ ഉണർന്നിരുന്ന ആ പാട്ട് കേട്ടാണ് ഈ പാട്ടും പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി എന്നുള്ള പാട്ടൊക്കെ എല്ലാവർക്കും മനഃപ്പാടമായിട്ട് അറിയാവുന്ന പാട്ടാണ്. അപ്പൊ അദ്ദേഹം മദ്രസ വാർഷികത്തിൽ ആലപിക്കാൻ വേണ്ടി പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ വല്യപ്പ ദേഷ്യപ്പെട്ടു ഉത്രേ ഈ പാട്ടിന്റെ ഇത് കേട്ടിട്ടേ. അപ്പൊ അദ്ദേഹത്തിന്റെ വല്യപ്പയുടെ ദേഷ്യപ്പെട്ടത് ഓർമ്മയുണ്ടെന്ന്. അമ്പലത്തിൽ പാടുന്ന പാട്ടാണോടാ മദ്രസയിൽ പാടുന്നത് എന്നായിരുന്നു മൂപ്പരുടെ ചോദ്യം. അന്ന് MR കിനാലൂരും കൂട്ടരും പാടിയ ആ പാട്ട് വലിയ കോളാമ്പി മൈക്കിലൂടെ നാട്ടിൽ എല്ലാവരും കേട്ടിട്ടുണ്ട്.
പള്ളിയുടെ തൊട്ടടുത്ത വീട്ടുകാരനായ കണാരേട്ടൻ ആ പാട്ട് നന്നായി എന്ന് പറഞ്ഞിട്ട് ഇവരെ അഭിനന്ദിച്ചൊക്കെ ഓർമ്മയുണ്ട്. കാരണം അങ്ങനെ ഒരു നാട്, അങ്ങനെ ഒരു കാലം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ആരുടെയും വികാരം വ്രണപ്പെട്ടില്ല. അതിന് പകരം അതിൽ എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് നാഗൂർ ദർഗയിലെ സൂഫികൾ പാടുന്ന നേരത്തെ പറഞ്ഞ പാട്ട് ഏകനെ യാ അല്ലാ എന്ന പാട്ട് യൂട്യൂബിൽ കേട്ടത്. ഞങ്ങൾ ചെറുപ്പത്തിൽ ആലപിച്ച പാട്ടുമായി സാമ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ പാട്ട് മലയാളത്തിലായിരുന്നു, നാഗൂർ പാട്ട് തമിഴിലായിരുന്നു. അപ്പോ ഞങ്ങളുടെ പാട്ട് ആരായിരിക്കും വരികൾ എഴുതിയത്? മദ്രസയിലെ ഒരു മൗലവിയാണ് അത് പഠിപ്പിച്ചതെന്ന് എം ആർ കിനാലൂരിന് ഓർമ്മയുണ്ട്. ഇനി അത് ആരാ എഴുതി, അദ്ദേഹം തന്നെ എഴുതിയതാണോ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞുള്ള ഭയങ്കര ഒരു കുറിപ്പ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണേ. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് ശബരിമല അയ്യപ്പനെ വാഴ്ത്തുന്ന അതേ ഇണത്തിൽ അള്ളാഹുവിനെ വാഴ്ത്തുന്ന ഒരു പാട്ട് ഏകനേ യാ അല്ലാ എന്ന സൂഫി ഭക്തി ഗാന രീതിയിൽ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഭക്തിയോടെ അയ്യപ്പ ഭക്തന്മാർ പാടിയപ്പോഴും നാട്ടിൽ ആരുടെയും വികാരം വ്രണപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഒരു മദ്രസ വാർഷികത്തിൽ പഴയ ആ പാട്ട് ഏതെങ്കിലും മൗലവിമാര് പുതിയ സാഹചര്യത്തില് കുട്ടികളെ പാടിപ്പിക്കുമോ? ഇനിയിപ്പോ അത് കുട്ടികൾ മദ്രസയിൽ പാടിയാൽ നാട്ടുകാർ അത് പ്രോത്സാഹിപ്പിക്കുമോ സംശയമാണ് എന്നൊക്കെയുള്ള ഒരു കുറിപ്പാണിത്. അപ്പൊ എനിക്ക് ഈ സാഹചര്യത്തിൽ ഇത് രണ്ടും നിങ്ങളോട് പങ്കുവെക്കണം തോന്നി. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്ന കാര്യം 2019 ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാമെന്ന സുപ്രധാനമായ ചരിത്രവിധി കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത്. അന്ന് അതിനൊപ്പം പുരോഗമന നിലപാടുമായി നിന്ന പാർട്ടിയാണ് CPIM. വനിതാ മതിൽ, നവോത്ഥാന സമ്മേളനങ്ങൾ, പ്രസംഗങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആവേശം തോന്നുന്ന കുളിരു കോരുന്ന ഓർമ്മകളാണ് എനിക്കതൊക്കെ. എത്ര ഒരു പുരോഗമന സമൂഹവും കൂട്ടായ്മയുമായിരുന്നു നമ്മളൊക്കെ അല്ലെ. ആ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM തോറ്റു. ശബരിമല വിഷയത്തിൽ നിലപാട് ജനങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടാണെന്നും തോൽവി അനാലിസിസുകൾ നിരവധി വന്നു. ശരിയായിരിക്കാം. ഇനിയിപ്പോ അതാണ് ആ തോൽവിക്ക് കാരണമെങ്കിൽ അതിൽ നാണിക്കേണ്ട യാതൊരു കാര്യമില്ല, അഭിമാനിക്കാനേ ഉള്ളൂ. കാരണം വരും തലമുറയ്ക്ക്, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഒരു പുരോഗമന നിലപാടെടുത്തതിന്റെ പേരിൽ തോറ്റുപോട്ടേന്നേ, അതിലൊരു പ്രശ്നവും ഇല്ല. നാളത്തെ തലമുറ പുരോഗമന നിലപാടായിരുന്നു ശരി എന്ന് പറയും. അവരുടെ ജീവിതം ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്ത നിലപാട് കൊണ്ട് കൂടുതൽ തെളിച്ചമുള്ളതും വെളിച്ചമുള്ളതും ഒക്കെ ആകുമെന്നാണ് ഞാൻ അന്നും ഇന്നും ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി തോറ്റു. കാരണം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ജനങ്ങൾ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചതായിരുന്നു. അതിൽ വലിയ കാരണങ്ങളൊന്നും ഇല്ലായിരിക്കാം, എങ്കിലും ചില കാരണങ്ങളുണ്ട്. രണ്ടാമതും പിണറായി അധികാരത്തിൽ വന്നു. അപ്പോൾ അതാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് അയ്യപ്പ സംഗമം എന്നൊരു കലാപരിപാടി നടന്നുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്തിനാണോ വേണ്ടിയാണോ എന്തോ എന്തായാലും ബിന്ദു അമ്മിണിയും സന്ദീപ് ആനന്ദഗിരിയും ഈ അയ്യപ്പ സംഗമം പരിപാടിയിൽ ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ ഓർത്തു, ഇത് എന്ത് തരം അയ്യപ്പ സംഗമമാണ് ഇടതി നടന്നത്? പിന്നെ കേട്ട് വിശ്വാസികളെ സന്തോഷിപ്പിക്കാനും വിശ്വാസികൾക്ക് വേണ്ടി നടത്തിയ ഒരു സമ്മേളനമായിരുന്നു. ആയിക്കോട്ടെ ഈശ്വര, പരാതിയില്ല. പക്ഷെ പിന്നെ അതിന് പിന്നാലെ കേട്ട കാര്യങ്ങൾ ശബരിമലയിൽ സ്വർണം മുഴുവൻ കള്ളന്മാർ കട്ടുകൊണ്ടുപോയ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. സത്യത്തിൽ ഒരു വിശ്വാസിയെയും അവിശ്വാസിയെയും ഒരുപോലെ നടുക്കുന്ന വാർത്തയാണത്. നിങ്ങളിൽ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, അത് എന്താ സുനിതേ ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാത്തത്? സത്യം പറഞ്ഞ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇനിയും മനസ്സിലായില്ല, വ്യക്തത വന്നിട്ടില്ല. ആര് കട്ടു, എങ്ങോട്ട് കൊണ്ടുപോയി, ആ കട്ടത് എന്ത് ചെയ്തു, എനിക്ക് സത്യമായിട്ട് മനസ്സിലായിട്ടില്ല. കുറെ എണ്ണം ജയിലിൽ കിടക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സിലായി. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്, അത്രയും എനിക്കറിയാം. അതിനപ്പുറം എനിക്ക് എന്റേതായ ഒരു കാര്യവും ഇതിൽ പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. ഒന്നറിയാം, വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത ഭീകര കൊള്ളയാണ് ഈ നടന്നിരിക്കുന്നത്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇടതുപക്ഷം വീണ്ടും തോറ്റു എന്ന് മാത്രമല്ല തിരുവനന്തപുരം BJPക്ക് കിട്ടി. BJPക്ക് ഒരു തിരുവനന്തപുരത്തിന് മേയർ വരാൻ പോവാ. രാഷ്ട്രീയമായി BJPയെ നേരിടാൻ കേരളത്തിന് കഴിയുന്നില്ല. നമ്മളതിൽ പരാജയപ്പെട്ടു. കേരളം അടിവതറി തുടങ്ങിയിരിക്കുന്നു. എന്ത് സാങ്കേതികത്വം പറഞ്ഞിട്ടും വോട്ട് കണക്ക് പറഞ്ഞിട്ടും നമ്മൾ ശാസ്ത്രീയമായി തോറ്റിട്ടില്ലെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചോദ്യം തിരുവനന്തപുരത്ത് തോറ്റു എന്നാണ്, ഉത്തരം തോറ്റു എന്നാണ്. അപ്പൊ നമ്മൾ എവിടെയാണ് BJPയെ പ്രതിരോധിച്ചത്? എങ്ങനെയാണ് പ്രതിരോധിച്ചത്? അമേരിക്കയ്ക്ക് ന്യൂയോർക്ക് പോലെയൊക്കെ തന്നെയാണ് കേരളത്തിന് തിരുവനന്തപുരവും. അത് BJPയുടെ കയ്യിലായി എന്നതാണ് കൃത്യമായ യാഥാർത്ഥ്യം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. TV കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് PC വിഷ്ണുനാഥ് പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് TVയിൽ പാടുന്നത് ഞാൻ കണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അദ്ദേഹം നല്ല ഗായകനാണ്. അതിനു മുമ്പ് ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ കനവൂറ്റിയേ. ഇത് കേട്ടപ്പോ എനിക്ക് സത്യത്തിൽ ആദ്യം ഒരു ചിരിയാണ് വന്നത്. ആ പാട്ടിന്റെ വരികളുടെ ഫാക്ട് ചെക്കോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ നോക്കിയല്ല നമുക്കൊരു പാരഡി പാട്ട് കേൾക്കുമ്പോൾ ചിരി വരുന്നത്. വെറുതെ ചിരി വരും ഏത് പാരഡി പാട്ട് കേട്ടാലും. ഇലക്ഷൻ സമയത്ത് എത്ര പാരഡി ഇറങ്ങുന്നത്? നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. പാരഡി കേട്ടാൽ നമ്മൾ ചിരിക്കും.
ചിലപ്പോൾ എന്നെ പറ്റി ആരെങ്കിലും പാരഡി പാട്ട് പാടിയാൽ ആദ്യം ഞാൻ ചിരിക്കുമായിരിക്കും, പിന്നെ ആയിരിക്കും വിഷമിക്കുക. പറഞ്ഞു വന്നത് PC വിശ്വനാഥ് ഇലക്ഷന് ശേഷം ആ പാട്ട് പാടിയിട്ട് അത് വൻ വൈറലാക്കി. അതിന് പിന്നാലെയാണ് കേസ്, മതസ്പർദ്ധ, പാർലമെന്റിന്റെ മുമ്പ് പോയി നിന്ന് നിരന്ന് പാടലൊക്കെ ഉണ്ടായത്. പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നത് ആദ്യ തെരഞ്ഞെടുപ്പിൽ തോറ്റത് അയ്യപ്പൻകാരനാണ്. ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാം എന്നൊരു കോടതി വിധിയും തുടർ സംഭവങ്ങളും, രണ്ടാം തോൽവി ഉണ്ടായതിന് ഒരു അയ്യപ്പ സംഗമം ഇപ്പോ കാരണമായിട്ടുണ്ട്, വലിയ തോൽവി ഉണ്ടായതിന്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ വേണ്ടിയുള്ള ഒരു കാരണം അയ്യപ്പന്റെ തന്നെ പേരിലാകണമെന്ന് ആരോ കരുതുന്നുണ്ടോ? അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെണിയാണോ ഈ മതസ്പർദ്ധയുടെയും ഈ പാട്ടിനോടുള്ള പ്രശ്നമൊക്കെ വിവാദം എന്ന് എനിക്ക് സത്യത്തിൽ സംശയം തോന്നുന്നു. പാരഡിയൊക്കെ ആളുകൾ പാടും, ഇത് കേരളല്ലേ, ഇവിടെ ആളുകൾ പാരഡി പാടും, പരിഹസിക്കും, ചിരിക്കും. ചിലതൊക്കെ നമുക്ക് ഇഷ്ടാവും, ചിലതൊക്കെ ഇഷ്ടാവില്ല. ഞാൻ തന്നെ എത്ര ആളെ പരിഹസിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പല്ല് കടിച്ചമർത്തി ദേഷ്യം അമർത്തുക എന്നല്ലാതെ നമുക്കൊരു പാരഡി കേട്ട് ദേഷ്യം പിടിച്ചപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതില്? പക്ഷെ പരാതി, മതസ്പർദ്ധ അതൊക്കെ ഒരു മോശം കാര്യമാണ്. അതൊന്നും ഒരു ആരോഗ്യമുള്ള സമൂഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പാട്ട് ആരുടെയും ഒരു തരത്തിലുള്ള വികാരവും വ്രണപ്പെടുത്തേണ്ട ഒരു പാട്ടല്ല. ഒരു മതസ്പർദ്ധയും ഈ പാട്ടിലില്ല. ഇത് രാഷ്ട്രീയമായ പാട്ടാണ്. അത് ഫാക്ച്വൽ എറർ ഉണ്ടാവും. ഉദാഹരണത്തിന് സ്വർണം കട്ടതിൽ സഖാക്കൾക്ക് പങ്കുണ്ട്, പക്ഷെ അതിൽ കോൺഗ്രസ്സുകാരും ഉണ്ട്. അപ്പൊ അങ്ങനത്തെയുള്ള ചില മര്യാദയില്ലായ്മയോ ഫാക്ട് ചെക്ക് ഒക്കെ നടത്തേണ്ട വരികളൊക്കെ ഉണ്ടാവും. പക്ഷെ പാരഡിയിൽ നമ്മൾ അതൊക്കെ തോക്കുവോ? ഇപ്പോ ബിന്ദു അമ്മിണി മല കയറിയത് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചാണ്. ആ പാട്ടിൽ ബിന്ദു അമ്മിണിയെ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ നമുക്ക് ആ പാട്ടിനെ വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷെ ഒരു പാരഡി എഴുതുമ്പോൾ അങ്ങനെയൊക്കെ ആളുകളെ വിമർശിക്കാം, രാഷ്ട്രീയമായി എതിർക്കാം എന്നല്ലാതെ ഒരു മതസ്പർദ്ധ ഈ പാട്ടില് ഇല്ല. എന്തോ കാര്യം കൊണ്ട് സൈബർ സ്പേസിൽ ഈ പാട്ട് വലിയ ചർച്ചയാണ്. ഇടത് ഇങ്ങനെയൊന്നും ആവുന്നത് എനിക്ക് സത്യത്തിൽ വിഷമമുള്ള കാര്യമാണ്. ഇതൊന്നും കാണാൻ ഇഷ്ടമല്ല. എനിക്കിഷ്ടം ശബരിമല വിധി വന്ന കാലത്ത് പുരോഗമന നിലപാടെടുത്ത ആ ഇടതുപക്ഷത്തെയാണ് എനിക്കിഷ്ടം. അല്ലാതെ അയ്യപ്പ സംഗമം നടത്തിയ ഇടതിനെയോ ഒന്നും അല്ല എനിക്കിഷ്ടം. സത്യത്തിൽ ഇടതെന്ന് പറയുന്ന ആദ്യത്തേതാണ് എൻ്റെ മനസ്സിൽ. അപ്പൊ പറഞ്ഞു വന്നത്, അടുത്ത തോൽവിക്ക് കാരണമാകാൻ വേണ്ടി ഈ പാട്ട് വിഷയത്തിലെ നിലപാടും വിവാദവും ഒക്കെ കാരണമാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ബുദ്ധിയുണ്ടെങ്കിൽ തിരുത്താം, കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോവാം. കുറെ കാലം അധികാരത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റതാവുമെന്നാണ് എനിക്ക് ഈ വിഷയമൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ആര് പറയുന്നതും ആരും അങ്ങനെ കേൾക്കുന്നില്ല, തിരുത്തുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അല്ലേ? എൻ്റെ നിലപാട് അയ്യപ്പൻ പാട്ടിന് ഭാരതി എഴുതിയാലും, ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന് എഴുതി വെച്ചാലും, ഗണപതി മിത്താണെന്ന് പറഞ്ഞാലും, മാണിക്യമലരായ പൂവി എന്ന് എഴുതി വെച്ചാലും, മക്കത്തെ മംഗല്യരാവ് അമ്പലത്തിൽ പാടിയാലും, സിനിമയിൽ ദുഷ്ടകഥാപാത്രങ്ങൾക്കൊക്കെ ക്രിസ്ത്യൻ പേര് വന്നാലും ഒന്നും വ്രണപ്പെടാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ വ്രണപ്പെടാൻ പോലും എനിക്കൊരു വികാരം ഇല്ല സത്യത്തിൽ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കമന്റ് ഇടൂ. സത്യത്തിൽ എനിക്ക് അത്തരം ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്. അത്തരം മനുഷ്യരോട് ഇടപെടാനും അവർക്കൊപ്പം ജീവിക്കാനും അവരോട് സംസാരിക്കാനുമാണ് എനിക്കിഷ്ടം. വികാര ജീവികളെ എനിക്ക് ഇഷ്ടമല്ല, സഹിക്കാൻ പറ്റൂല.